നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാനു ശീർഷാസനം. നമ്മളുടെ കാല് നീട്ടി വെച്ചുള്ള ആസനങ്ങളുടെ സീരീസിൻ്റെ ഫസ്റ്റ് ആസനം എന്ന് വേണമെങ്കിൽ നമുക്ക് ജാനു ശീർഷാസനത്തിനെ പറയാം. ജാനു എന്നാൽ മുട്ട്, ശീർഷം എന്നാൽ നെറ്റി. നെറ്റി കൊണ്ട് മുട്ടയെ തൊടിയിക്കുന്ന ആസനമാണ് ജാനു ശീർഷാസനം. ഫൈനൽ പോസിൽ അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ആസനം നമുക്ക് ചെയ്യുന്ന ഗുണങ്ങൾ എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നട്ടലിനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. അതൊരു ട്രാക്ഷൻ ഇഫക്റ്റ് നമുക്ക് ജാനു ശീർഷാസനത്തിൽ കൂടെ കിട്ടും. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ആസനമാണ്. കാരണം നമ്മൾ രണ്ട് കാല് നീട്ടി വെച്ചല്ല ചെയ്യുന്ന, ഒരു കാല് മാത്രമേ നീട്ടി വെക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഒരു വയറൊക്കെ ഉള്ളവർക്കോ അല്ലെങ്കിൽ രണ്ട് കാല് നീട്ടി വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടോ സ്ട്രെയിനോ ജാനു ശീർഷാസനത്തിനില്ല. അതുപോലെ പശ്ചിമോത്താസനയുടെ പ്രിപ്പറേറ്ററി സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ജാനു ശീർഷാസനത്തിനെ പറയാം. ചെയ്യാൻ പാടില്ലാത്ത വ്യക്തികൾ, നട്ടലിന് തേയ്മാനമോ അല്ലെങ്കിൽ സ്ലിപ്പ് ഡിസ്കോ ഉള്ള വ്യക്തികൾ ഇത് ഒഴിവാക്കുക. അതുപോലെ തന്നെ വയറിന് സർജറി ചെയ്തവർ, അംബ്ലിക്കൽ ഹെർണിയ എന്നുള്ളവരും ഇത് ഒഴിവാക്കുക. ബാക്കിയുള്ള എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഈ ജാനു ശീർഷാസനയുടെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മളുടെ മുട്ടുവേദനയ്ക്ക് വളരെ ഉചിതമായിട്ടുള്ളൊരു ആസനമാണ് ജാനു ശീർഷാസനം. മുട്ടുവേദന ഉള്ളവർ ഇതെങ്ങനെ ചെയ്യണമെന്നും കൂടി ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കാലുകൾ പതുക്കെ നീട്ടി വയ്ക്കുക. ഒന്ന് അലൈൻമെൻറ്റിൽ ഇരുന്നതിന് ശേഷം നമ്മളുടെ വലത്തെ കാൽമുട്ട് മടക്കി ഇടത്തെ തുടയുടെ സൈഡിലായിട്ട് വെക്കണം. ഉള്ളിൽ വെക്കരുത്, സൈഡിൽ വെക്കുക. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ പൊസിഷൻ ചേഞ്ച് ആയി അല്ലേ. കാല് ഒരു സൈഡിലോട്ട് പോയി, ഇടുപ്പ് അലൈൻമെൻറ്റ് മാറി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ശരീരം നേരെ ആക്കുക, അതുപോലെ കാലിനെ സ്ട്രെയിറ്റ് ആക്കി വെക്കുക. ഇനി കൈ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ കാലിവിടെ വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ലെവൽ വിട്ട് ഈ കാലിങ്ങോട്ട് വരത്തുമില്ല. കൈ ഇൻ്റർലോക്ക് ചെയ്ത് വളരെ പതുക്കെ കൈ മേലോട്ട് ഉയർത്തി പതുക്കെ കൈ താഴ്ത്തി ഒന്ന് പാദത്തെ പിടിക്കുക. ഇപ്പോൾ പാദത്തെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി കൈയിൻ്റെ മുട്ട് രണ്ടും രണ്ട് വശത്തോട്ട് ബെൻഡ് ചെയ്യുക. ഹിപ്പ് പിറകിലേക്കൊന്ന് സ്ട്രെച്ച് ആകും. എന്നിട്ട് നേരെ നെറ്റി താഴ്ത്തി മുട്ടയെ തൊടാനായിട്ട് ശ്രമിക്കുക. കൈയിൻ്റെ മുട്ട് ചേർത്ത് കൊണ്ടുവരാം. റിലീസ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ തല പതുക്കെ സ്ട്രെയിറ്റ് ചെയ്യുക. കൈമുട്ട് വെളിയിലോട്ട് സ്പ്രെഡ് ചെയ്ത് സ്ട്രെയിറ്റൻ ചെയ്ത് വളരെ സാവധാനത്തിൽ കൈ മേലോട്ട് കൊണ്ടുവന്ന് പതുക്കെ കൈ രണ്ട് വശത്തായിട്ട് റിലീസ് ചെയ്യുക. ഇതാണ് നമ്മൾ ജാനു ശീർഷാസനം സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇനി മുട്ടുവേദന ഉള്ളവർ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ചെയ്തപ്പോൾ നെറ്റി എവിടെയാണ് തൊടിയിച്ചത്? മുട്ടിൻ്റെ മുകളിലാണ് അല്ലേ. അപ്പോൾ മുട്ടുവേദന ഉള്ളവർ നമ്മളുടെ ശിരസ് അകത്തോട്ടും പുറത്തോട്ടുമായിട്ട് വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മുട്ടിൻ്റെ അടിഭാഗം നന്നായിട്ട് പിടിക്കും. ഒരു 5 സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ മുട്ടുവേദന ഉള്ളവർക്കാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിന് കൈ മേലോട്ട് ഉയർത്തേണ്ട ആവശ്യമില്ല. കൈ ഇൻ്റർലോക്ക് ചെയ്യുക. എന്നിട്ട് ഒന്ന് നീട്ടി നിങ്ങളെ പാദത്തെ പിടിക്കുക. പിടിച്ചല്ലോ. ഇനി പതുക്കെ കൈയിൻ്റെ മുട്ട് താഴോട്ട് ബെൻഡ് ചെയ്ത് ബോഡി കാലിൽ നിന്ന് മാറി ഈ നടുക്കുള്ള സ്പേസിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് പതുക്കെ തല താഴ്ത്തുക. അഞ്ച് സെക്കൻഡിന് ശേഷം ബോഡി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ഇനി ബോഡീനെ എന്തെന്ന് കാലിൻ്റെ ഇപ്പുറത്തെ വശത്തോട്ട് നമ്മൾ കൊണ്ടുപോകും. നിവരുക. കൈ പതുക്കെ റിലീസ് ചെയ്തുകൊണ്ട് നിവർന്ന് ഇരിക്കുക. നമുക്ക് അല്പനേരം ഒന്ന് വിശ്രമിക്കാം. കാലുകൾ നീട്ടി വെച്ച് കൈ പുറകിൽ വെച്ച് കണ്ണടച്ചൊന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇടത്തേക്കാലും വലത്തേക്കാലും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനായിട്ട് സാധിക്കും. കണ്ണടച്ച് റിലാക്സ് ചെയ്തിരിക്കുക. സാവധാനത്തിൽ കണ്ണുകൾ തുറന്ന് പഴയ അവസ്ഥയിലേക്ക് വരാം. ഇപ്പോൾ നമ്മളുടെ ഇടത്തെ വശമാണ് ചെയ്തത്. ഇതുപോലെ നിങ്ങളുടെ വലത്തെ വശവും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ജാനു ശീർഷാസനമാണ് ചെയ്തത് അല്ലേ. നോർമലായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, റെഗുലറായിട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും മുട്ടുവേദനയ്ക്ക് നമ്മൾ എന്ത് വേരിയേഷനാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു.
അപ്പോൾ ഈ രീതിയിൽ റെഗുലറായിട്ട് ചെയ്യുക. ഇനി ഞാൻ ചെയ്തതുപോലെ മാക്സിമം ഫ്രണ്ടിലോട്ട് കുനിയാൻ കഴിയാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ബെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം ബെൻഡ് ചെയ്താൽ മതി. ഞാൻ പാദത്തിൽ പിടിച്ചു, നിങ്ങൾക്ക് ചിലപ്പോൾ പാദത്തിൽ കൈ എത്തണമെന്നുമില്ല. എവിടെയാണോ കൈ എത്തുന്നത് അവിടെ പിടിക്കുക. ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, കൈയിൻ്റെ മുട്ട് ബെൻഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ശരീരം സ്വാഭാവികമായിട്ട് മുന്നിലോട്ട് വന്നോളൂ. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഗുണങ്ങളും ഇതാരൊക്കെ ചെയ്യേണ്ട എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. റെഗുലറായിട്ട് ചെയ്യുക ജാനു ശീർഷാസനം. നന്ദി, നമസ്കാരം.